അജ്മീറിലെ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗയ്ക്ക് മുന്നിൽ പ്രബോധനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഹിന്ദുത്വർ. ആത്യന്തികളെ വെടിവെക്കൂ എന്നൊക്കെ മുദ്രാവാക്യം ഉയർത്തിയാണ് ഹിന്ദുത്വർ മോട്ടോർ സൈക്കിൾ റാലി നടത്തിയത്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രകടനം. ദർഗ നിലനിൽക്കുന്ന പ്രദേശത്ത് ശിവക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ആരോപിച്ച് ഹിന്ദുസേന എന്ന സംഘടനയുടെ പ്രസിഡന്റായ വിഷ്ണുഗുപ്ത എന്നയാൾ നേരത്തെ സിവിൽ കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരുന്നു. മഹാറാണ പ്രതാപ് സേന എന്ന സംഘടന ഇതേ ആവശ്യമുന്നയിച്ച് ദർഗയ്ക്ക് സമീപത്തേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ദർഗയുടെ ചുമരുകളിലും ജനലുകളിലും ഹിന്ദു ചിഹ്നങ്ങളുണ്ടെന്നാണ് ഈ സംഘടന ആരോപിക്കുന്നത്. 2007 ഒക്ടോബർ 11 റമദാനിലെ ഇഫ്താറിന് മുമ്പ് അജ്മീർ ദർഗയ്ക്ക് നടന്ന സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെടുകയുണ്ടായി. 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടിഫിൻ ബോക്സിൽ വെച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. കേസ് അന്വേഷിച്ച രാജസ്ഥാൻ തീവ്രവാദ വിരുദ്ധ സേന സ്ഫോടനത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടനയാണ് എന്നാണ് ആരോപിച്ചത്. എന്നാൽ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. 2010 സ്വാമി അസീമാനന്ദ് നടത്തിയ കുറ്റസമ്മതത്തോടെയാണ് കേസിന്റെ ഗതി മാറിയത്. സ്ഫോടനത്തിന് പിന്നിൽ ഹിന്ദുത്വ സംഘടനകളാണ് എന്നാണ് സ്വാമി അസീമാനന്ദ് വെളിപ്പെടുത്തിയത്. അജ്മീർ സ്ഫോടനത്തിന് പുറമെ ഹൈദരാബാദിലെ മക്ക മസ്ജിദിലും സ്ഫോടനം, മഹാരാഷ്ട്രയിലെ മലഗാവ സ്ഫോടനം, സംജാത എക്സ്പ്രസ് സ്ഫോടനം എന്നിവയും ഉത്തരവാദിത്വം അസീമാനന്ദ് വെളിപ്പെടുത്തി. ഇതോടെ പ്രതിസ്ഥാനത്ത് നിന്ന് മുസ്ലിം സംഘടനകൾ മാറി ഹിന്ദുത്വർ എത്തുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ RSS പ്രവർത്തകരായിരുന്നു ദേവേന്ദ്ര ഗുപ്ത, ഭാഷാഭായ് പട്ടേൽ, സുനിൽ ജോഷി, ലങ്കേഷ് ശർമ്മ, ചന്ദ്രശേഖർ ലവി, ഹർഷദ് സോളങ്കി, മെഹുൽ കുമാർ, മുകേഷ് വാസ്നി, ഭരത് ഭായ് എന്നിവരെയും പ്രതി ചേർത്തു. കേസിൽ 2017 മാർച്ച് 22 RSS പ്രവർത്തകരായ ദേവേന്ദ്ര ഗുപ്തയെയും ഗവയ് ഭായ് പട്ടേലിനെയും NIA കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. സുനിൽ ജോഷി അതിനു മുമ്പ് തന്നെ ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു.